ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിൻസി, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഒത്തിരി തവണ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒക്ടോബറിലാണ് ഞാൻ OET എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ അപ്പായാണ് പറഞ്ഞത്, ഉടമ്പടി എടുത്താൽ എന്തായാലും നിനക്ക് OETയിൽ പാസ്സാകാൻ സാധിക്കുമെന്ന്. അതിനുശേഷം ഡിസംബർ 14 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഞാൻ OETക്ക് വേണ്ടി ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടോടു കൂടിയാണ് ഞാൻ ആദ്യമായി വന്നത്. പക്ഷേ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റി. പിന്നെ ബൈബിൾ വായന, 30 മിനിറ്റുള്ള ബൈബിൾ വായന ഞാൻ ആദ്യമായി ചെയ്തത് ഒരു ഇംഗ്ലീഷ് ബൈബിൾ വാങ്ങിക്കുക എന്നായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ OETക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ, നമുക്ക് കുറേ വാക്കുകളൊക്കെ മനസ്സിലാകുമല്ലോ. അപ്പോൾ അതിൽ ബുദ്ധിമുട്ട് വരുന്ന വാക്കുകൾ ഞാൻ മലയാളം ബൈബിളിലൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ എൻ്റെ ഉടമ്പടി തന്നെ എന്നെ OETക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജാനുവരി 28 ഞങ്ങളൊരു 5 പേര് ഒരുമിച്ച് OET എക്സാമിന് ഡേറ്റ് എടുത്തു. ഞങ്ങൾ OET അന്നേ ദിവസം രാവിലെ മുട്ടുമ്മയിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ OET സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ആ എക്സാമിന് വേണ്ടിയിട്ട് ആ സെൻറ്ററിലേക്ക് കയറുന്നത്. ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ വളരെ നന്നായി എനിക്ക് ചെയ്യാൻ പറ്റി. റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഒത്തിരി പ്രയാസപ്പെട്ടു. ഒരു ഭാഗത്ത് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും സ്റ്റക്കായിപ്പോയി. അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് അപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്താണ് എഴുതേണ്ടതെന്ന്. അങ്ങനെ ഞാൻ റൈറ്റിംഗ് മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. സ്പീക്കിംഗ് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ. എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ കേൾക്കാവുന്ന രീതിയിൽ ഭയങ്കര ടെൻഷനായിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അച്ഛൻ ഒരു പ്രാവശ്യം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് മാതാവ് വെളിപ്പെടുത്തി തരുമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നാൾ ഞാൻ എത്രയും തേളം മാതാവേയും വിശ്വാസ പ്രമാണവും ഒക്കെ മാറി ചൊല്ലുമായിരുന്നു. പെട്ടെന്ന് ആ OET സ്പീക്കിങ്ങിൻ്റെ റൂമിന് പുറത്ത് നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വാക്കാണ്, വചനമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ, പരിശുദ്ധ അമ്മ ദൈവത്തോട് പറഞ്ഞ അതേ വചനം. അത് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 2 സെക്കൻഡിനുള്ളിൽ ഞാൻ ഭയങ്കരമായിട്ടും കൂളായി. അങ്ങനെ എക്സാമിൻ്റെ ഇൻ്റർലോക്യൂട്ടർ എന്നെ വന്ന് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ എക്സാം റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും മൈൻഡ് ഫ്രീ ആയി. എനിക്ക് നന്നായിട്ട് സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫെബ്രുവരി 14 ആയിരുന്നു റിസൾട്ട് വന്നത്. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് OETയുടെ റിസൾട്ടൊക്കെ. എങ്കിലും ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടും നോക്കാം എന്നുള്ള രീതിയിലിരുന്നു. അന്ന് വാലൻറ്റൈൻസ് ഡേ ആണല്ലോ. അന്ന് മാതാവിൻ്റെ സ്നേഹ സമ്മാനമായി ഞാൻ OETയിൽ എനിക്ക് ഏറ്റവും പാടുണ്ടായിരുന്ന റൈറ്റിംഗ് മൊഡ്യൂളിന് 420 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. OET എക്സാം ഡേറ്റ് എടുത്തപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാനിവിടെ വന്നിരുന്നു. അന്ന് ഞാനൊരു സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. OET പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടി ആൾത്താരയിൽ നിൽക്കുമ്പോൾ അച്ഛൻ ക്രൂശിത രൂപം കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പാടുള്ള മൊഡ്യൂളാണ് നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാനപ്പോൾ ഓർത്തു എനിക്ക് എല്ലാം പാടാണ്, റൈറ്റിങ്ങും ലിസണിങ്ങും റീഡിങ്ങും സ്പീക്കിങ്ങും എല്ലാം പാടാണ്. മാതാവേ എന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. മാതാവ് എങ്ങനെ എന്നെ അനുഗ്രഹിച്ചെന്ന് വെച്ചാൽ ഇതെല്ലാ മൊഡ്യൂളും പഠിപ്പിക്കുന്ന ഒരാളായിട്ട് ഒരു OET ട്രെയിനറാക്കി എന്നെ മാറ്റി. ഞാനൊരു തലോലപ്പറമ്പിൽ ഒരു OET ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അടുത്തതായിട്ട് ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ CGFNS എന്ന് പറയുന്ന ഒരു വെരിഫിക്കേഷനാണ് അതിൽ ഏറ്റവും വലിയ കടമ്പ. അത് സാധാരണഗതിയിൽ എല്ലാവർക്കും 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആവും. ഞാൻ ആ സമയത്ത് വീണ്ടും ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ സാക്ഷ്യം പറയാനൊന്നും വന്നില്ല. അതിനൊക്കെ ഞാൻ മാതാവിനോട് മാപ്പ് പറയുന്നു. അതിനുശേഷം എൻ്റെ CGFNS ഒത്തിരി ലാഗായിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ എനിക്കത് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ വരെ നീണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നീണ്ടുപോകുന്നതെന്ന്. അങ്ങനെ മാപ്പ് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഈ CGFNS വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ഓഫീസാണ്, ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേ എൻ്റെ പ്രോസസ്സിങ് നമുക്ക് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ വട്ടത്തിൽ ഒത്തിരി ഭാഗം ഫില്ലാകാനുണ്ട്. അപ്പം നമ്മൾ CGFNS ഓഫീസിലേക്ക് വിളിക്കണം. അമേരിക്കയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ കോൾ കട്ടർ ഉപയോഗിച്ചാലും ഒത്തിരി എമൗണ്ട് ആകും. അവർ കുറേ നേരമൊന്നും കണക്ട് ചെയ്യില്ല, ഇങ്ങനെ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ട് അവസാനമേ കണക്ട് ചെയ്യുള്ളൂ.
അങ്ങനെ 1-2 പ്രാവശ്യം അവർ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞത് എനിക്ക് സൗദിയിലാണ് ലാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ രജിസ്ട്രേഷൻ എൻ്റെ എക്സ്പയർ ആയിപ്പോയി. അത് റിന്യൂ ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്കിത് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമെന്ന്. പക്ഷെ നമ്മൾ സൗദിയിലൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ എക്സ്പയറി ആയിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും റിന്യൂ ചെയ്യാൻ പറ്റില്ല. റിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിൽ വർക്കിംഗ് ഒക്കെ കാണിച്ചിട്ടാണ് നമ്മളത് റിന്യൂ ചെയ്യുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ലായിരുന്നു. ഞാൻ ഒത്തിരി ആൾക്കാരോട് അന്വേഷിച്ച് നോക്കി, അതൊരിക്കലും സാധ്യമല്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടിയുടെ പുതുക്കിയതിൻ്റെ 1-ാമത്തെ മാസം കംപ്ലീറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ CGFNS നിരന്തരമായി വിളിച്ചു. രാത്രി ഒരു 9 മണി മുതൽ കണ്ടിന്യൂസ് 11 മണി വരെ വിളിച്ചിട്ടും അവരെടുത്തില്ല. ഒത്തിരി തവണ നമ്മുടെ പൈസ അപ്പോഴൊക്കെ കട്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് നാവിൽ കുരിശ് വരച്ചു, മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് മുറുകെ പ്രാർത്ഥിച്ച് വിളിച്ചു. അവർ അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു 1:15 വെളുപ്പിനെ 1:15 CGFNS ഇങ്ങോട്ട് കോള് വന്നു എനിക്ക്. അങ്ങനെ വളരെ റെയറായിട്ടാണ് സംഭവിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ വിളിക്കുക എന്നുള്ളത്. അതൊരു ലേഡി ആയിരുന്നു വിളിച്ചത്. അവർ വളരെ സമാധാനപൂർവ്വം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിലേ കിട്ടിയില്ല, എന്താണ് അവർ ചോദിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. അവൾ വളരെ കാമായിട്ട് അവർ എന്നോട് പറഞ്ഞു, ജിൻസി പേര് വെരിഫൈ ചെയ്തു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്ന് തപ്പിയെടുത്തോട്ടെ, രാത്രിയല്ലേ. അപ്പോൾ അതിനൊക്കെ അവർ ഹോൾഡ് ചെയ്ത് നിന്നു. ഒത്തിരി കാമായിട്ട് അവരെനിക്ക് സമയം തന്നു. ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചത് റിന്യൂ ആകേണ്ട കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. അവരെന്നോട് നാളെ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും, 2 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. ഒരു ഭയങ്കര മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായത്. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയിപ്പോൾ ന്യൂസിലൻഡ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത മാസം ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇനിയും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരുതലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. പല സമയത്തും വീഴ്ച വന്നിട്ടുണ്ട്. അതിനെല്ലാം മാപ്പ് പറയുന്നു. ഇനി മുമ്പോട്ട് നല്ലൊരു ഉടമ്പടിയിലൂടെയുള്ള ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് തന്നെ വ്യക്തിപരമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ന്യൂസിലൻഡിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പം ഈ സാക്ഷ്യങ്ങളെന്നല്ല, എല്ലാ സാക്ഷ്യങ്ങളിലും ഉടമ്പടി ആരാധന എന്ന് പറയുന്നത് എല്ലാ ഉടമ്പടി എടുത്തവർക്കും ഈശോയുടെയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പണായിട്ടുള്ളത് ഉടമ്പടി എടുത്തവർക്ക് ഉടമ്പടി ആരാധനയാണ്. ഒരുപക്ഷെ ഉടമ്പടി ആരാധനയിലൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ദൈവം ഉടമ്പടി എടുത്തവരുമായിട്ട് നടത്താറുണ്ട് എന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കും. ഈ മകളും പലപ്പോഴും പല സമയത്തും ഉടമ്പടി ആരാധനയിൽ കേട്ട കാര്യങ്ങളാണ് റെഫർ ചെയ്ത് സംസാരിക്കുന്നത്. അത് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ട് ദൈവത്തിന് നന്ദി പറയുകയും അതിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഉടമ്പടി എടുത്തവരൊക്കെയും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ പരിഭ്രമിക്കാതെ, അല്ലെങ്കിൽ പരിഭ്രമിച്ചാൽ പോലും ഉടമ്പടി വസ്തുക്കളും അല്ലെങ്കിൽ ഉടമ്പടിയിലെ പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണം, വേറെ പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതും മാതാവ് അതിനോടൊപ്പം കൂടെ നിൽക്കുന്നതുമെല്ലാം സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഉടമ്പടി എടുത്തവരൊക്കെ ഇങ്ങനെ ശക്തിപ്പെടുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആ പ്രാർത്ഥനയിൽ നിലനിൽക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാണ്. മൂന്നാമത്തേത്, സമയക്രമം അനുസരിച്ച് പരിശുദ്ധ അമ്മ വചനത്തിലൂടെ ഒരു വചനം മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ വചനം ഒരാളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണമെങ്കിൽ ഒന്നാമത്തേത് ബൈബിളുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായനയിൽ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ ഗ്രന്ഥമായിട്ട് വായനയുണ്ട്. ഒരു പക്ഷേ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികളോടും ഈശോ വചനത്തിലൂടെ സംസാരിച്ച അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണ്. കാരണം അവർക്കൊരു റെഗുലർ ബൈബിൾ വായന ഇല്ലാഞ്ഞിട്ടും ദൈവം അവരോട് സംസാരിച്ചതുകൊണ്ടാണ് അതിന് പ്രത്യേകത. പക്ഷേ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിനോട് സ്ഥിരമായിട്ടൊരു ബന്ധം ഉണ്ടാവണമെന്നുള്ളത് നമസ്കരിക്കുക. ഒപ്പം ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്യാനുള്ളൊരു ബോധ്യവും ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉടമ്പടി സാക്ഷ്യം നമുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുവാനും പഠിച്ച് നമ്മുടെ ഉടമ്പടിയിൽ വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.